നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാളത്തെ നീറ്റ് PG എൻട്രൻസ് പരീക്ഷ മാറ്റിവെച്ചു. പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പരീക്ഷാ ക്രമക്കേടിനെ തുടർന്നാണ് പരീക്ഷ മാറ്റിയത്. NDA DG സുബോധ് കുമാറിനെ നീക്കി. പാർലമെന്റ് സീറ്റ് BJPക്ക് നേടാനായി എന്നത് ഗൗരവപൂർവം പരിശോധിക്കേണ്ട കാര്യമാണ്. BJPയെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സഹായിച്ച ശക്തികൾ അവരെ നല്ല രീതിയിൽ ചിന്തിക്കണം. ക്രൈസ്തവ സഭകൾക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി. തൃശൂരിൽ BJP ജയിച്ചത് ചിലരുടെ നിലപാട് മൂലം. ചെയ്തത് ശരിയോ എന്ന് ഇനിയെങ്കിലും ചിന്തിക്കണം. ലീഗിന്റേത് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPAയുടെയും മുഖമായെന്നും വിമർശനം. മുഖ്യമന്ത്രിക്കെതിരെ CPMൽ അമർഷം. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം തിരിച്ചടിയായെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ്. മന്ത്രിമാർ പൂർണ്ണ പരാജയമെന്നും നേതാക്കൾ. എറണാകുളത്തെ സ്ഥാനാർത്ഥിത്വം പാളിയെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ്. TP വധക്കേസിലെ 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് നീക്കം. സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി കണ്ണൂർ ജയിൽ സൂപ്രണ്ട്. കോടതിയോടുള്ള വെല്ലുവിളിയെന്ന KK രമയും VD സതീശനും. വാർത്ത നിഷേധിച്ച് ജയിൽ DGP. കണ്ണൂരിൽ വീണ്ടും ബോംബുകൾ. കാസർഗോഡ് കോൺഗ്രസിൽ അച്ചടക്ക നടപടി. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ അടക്കം 4 പേർ പുറത്ത്. നടപടി പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തതിന്. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ രൂക്ഷ വിമർശനവുമായി ബാലകൃഷ്ണൻ പെരിയ. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാക്കി MSF. വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് പൂട്ടി. ആസൂത്രിത രാഷ്ട്രീയ നീക്കമെന്ന് മന്ത്രി ശിവൻകുട്ടി. 2020 ലോകകപ്പിൽ ഇന്ത്യ ജയത്തിലേക്ക്. വിജയലക്ഷ്യം 197 റൺസ്. 16 ഓവർ പിന്നിടുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 116. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന നീറ്റ് PG പരീക്ഷ മാറ്റിവെച്ചു. രാത്രി വൈകിയാണ് തീരുമാനം കേന്ദ്ര സർക്കാർ അറിയിച്ചത്. പരീക്ഷയിൽ ക്രമക്കേട് ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വിവരങ്ങളുമായി കിരൺ ബാബു ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. കിരൺ, തുടർച്ചയായി ഇത്തരത്തിൽ NDA നടത്തുന്ന പരീക്ഷകളിലെല്ലാം വ്യാപകമായ ക്രമക്കേട് ആരോപണം ഉയരുന്നു. പരീക്ഷകൾ തുടരെ റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ഇതിപ്പോൾ NDA DGയെ കൂടി മാറ്റുന്ന സുപ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണല്ലേ? ആര്യ, അത് തന്നെയാണ്. വളരെ സുപ്രധാനമായ തീരുമാനമാണ് വന്നിരിക്കുന്നത്. നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന നീറ്റ് PG എൻട്രൻസ് എക്സാമിനേഷൻ ആണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ഏറെ വൈകിയാണ് ഇത്തരം ഒരു തീരുമാനം വന്നിരിക്കുന്നത്. പലപ്പോഴും കുട്ടികളടക്കം പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് വീടുകളിൽ നിന്ന് പുറപ്പെട്ടെത്തിയ ശേഷമാണ് ഇപ്പോൾ അറിയിപ്പ് വന്നത്. അല്പസമയം മുമ്പ് മാത്രമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് അറിയിപ്പുണ്ടായത്. പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ പരീക്ഷയുമായി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നാളത്തെ പരീക്ഷ മാറ്റിവെച്ചത്. ഇതിനു മുമ്പ് നടന്ന പ്രധാനപ്പെട്ട 3 പരീക്ഷകളിൽ ഇത്തരം ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. അങ്ങനെ പ്രതിരോധത്തിലായിരുന്നത് കൊണ്ടാണ് പ്രത്യേകമായി അന്വേഷണം നടത്തുകയും ആരോഗ്യ മന്ത്രാലയം ഈ അവസാന നിമിഷം രാത്രി വൈകി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതിൽ ആരോഗ്യ മന്ത്രാലയം തന്നെ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഉടൻ തന്നെ അടുത്ത പരീക്ഷ എന്നാണ് നടത്തുന്നത് സംബന്ധിച്ച് തീരുമാനം എടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ്. ഇന്നോ നാളെയോ തന്നെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്നു. നെറ്റ് പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിന് പിന്നാലെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ സുബോധ് കുമാർ സിംഗിനെ ചുമതലയിൽ നിന്ന് നീക്കിയത്. പകരം റിട്ടയർഡ് IAS ഓഫീസർ പ്രദീപ് സിംഗ് കരോളയ്ക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. പ്രദീപ് സിംഗിനെ താൽക്കാലിക ചുമതലയിലാണ് കേന്ദ്രം നിയമിച്ചത്. പുതിയ NDA ഡയറക്ടർ ജനറലെ ഉടൻ നിയമിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ രംഗത്ത് സമഗ്രമായ ഒരു പരിഷ്കരണത്തിനും പഠനത്തിനുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. കേന്ദ്ര സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് പ്രതിപക്ഷ കക്ഷികളും ശക്തമായ സമരവുമായി രാജ്യത്താകമാൻ രംഗത്ത് വന്നിട്ടുണ്ട്. രാജ്യത്ത് വിശ്വാസയോഗ്യമെന്ന് നടത്തിയിരുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾക്കൊക്കെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നവർക്ക് അവിശ്വാസം രേഖപ്പെടുത്തേണ്ടി വരുന്നത്. ഈ പരീക്ഷകളിൽ ക്രമക്കേടുകൾ ഉണ്ടാകുന്നു.
40 ലക്ഷം രൂപ വരെ ലഭിച്ചിട്ടാണ് ഈ പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ നേരത്തെ ചോർന്നു കിട്ടിയെന്നുള്ള ചില തെളിവുകൾ ചില പിടിക്കപ്പെട്ട പ്രതികളിൽ നിന്ന് ലഭിക്കുന്നു. കൂടുതൽ പ്രതികളെ ഓരോ ദിവസവും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷാ നടത്തിപ്പിനെ തന്നെ ആകെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് സുപ്രീം കോടതിയിലടക്കം കേസുകൾ വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് നാളെ നടത്തുന്ന പരീക്ഷയിലും സമാനമായ രീതിയിലേക്കുള്ള ഏതെങ്കിലും വീഴ്ച ഉണ്ടാവും. എന്തുകൊണ്ടാണ് മാറ്റിയെന്ന് പൂർണ്ണമായും പറയുന്നില്ല. ചില വീഴ്ചകൾ അതിലുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുള്ളൂ. ഏത് തരത്തിലാണ് ചോദ്യപേപ്പർ ചോർന്നതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളാണോ ഉണ്ടായത് എന്ന് സംബന്ധിച്ചിപ്പോഴും ആരോഗ്യ മന്ത്രാലയം ഏത് തരത്തിലാണ് ഈ വീഴ്ചകൾ സംഭവിക്കുന്നത്, എവിടെയാണ് ഈ ചോദ്യപേപ്പർ ചോർന്നതാണെങ്കിൽ അത് ഏത് ഘട്ടത്തിലാണ് സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇനിയും ഒരു നിഗമനം അല്ലെങ്കിൽ അത് ഏത് തരത്തിലാണെന്നുള്ള ഒരു സ്ഥിരീകരണം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസ് വലിയ ശക്തമായ പ്രക്ഷോഭം രാജ്യത്തുടനീളം വ്യാപകമായി നടത്താനുള്ളൊരു ആലോചന ഉണ്ട് എന്നുള്ളതും നേരത്തെ തന്നെ പറഞ്ഞതാണ്. പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞതാണ്. എന്തായാലും ഈ വിഷയത്തിൽ അത് ഏത് ഘട്ടത്തിലാണ് ഈ ഒരു പാളിച്ച സംഭവിക്കുന്നത് എന്ന് പരിശോധിക്കാൻ പ്രാഥമികമായ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ, അല്ലേ? അത്തരം ഒരു പരിശോധനയും ഏത് തരത്തിലേക്ക് പരിഷ്കരണം എന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാരിനെ തന്നെ ഏക പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകളും വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന അന്വേഷണ ഏജൻസിയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ പരീക്ഷ ചോർന്നു കിട്ടിയ ആളുകളുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെയും അടക്കം പിടിക്കപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ മൊഴി അടക്കം അത്തരത്തിൽ പരീക്ഷാ പേപ്പർ ചോർന്നു നേരത്തെ മുൻകൂട്ടി തന്നെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളടക്കമുള്ളത് വിവിധ സമൂഹ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയുമൊക്കെ ഫോൺ വഴിയുമൊക്കെ ആ ചോദ്യങ്ങൾ ലഭിച്ചിരുന്നുവെന്നും അതിന് 40 ലക്ഷം രൂപ വരെ കോഴ കൊടുത്തിട്ടാണ് ഈ ചോദ്യങ്ങൾ ലഭിച്ചതെന്നും ഫോണിൽ ചോദ്യങ്ങൾ പറഞ്ഞു നൽകുകയായിരുന്നു അടക്കം ചില വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴി ലഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരീക്ഷാ സംവിധാനം കുറ്റമറ്റതാക്കാൻ ഏത് തരത്തിൽ കുറ്റമറ്റതാക്കാം അതിനുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. അതിനിടയിലാണ് നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് PG എക്സാമിനേഷൻ. ആ പരീക്ഷ സംബന്ധിച്ചും ചില ക്രമക്കേടുകൾ ഉള്ളതായി ആരോഗ്യ മന്ത്രാലയത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് ഇനി പരീക്ഷാ പേപ്പർ ചോർന്നതാണോ അല്ലെങ്കിൽ നാളെ പരീക്ഷ നടത്തിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതാണോ, അത് എന്തുകൊണ്ടാണ് മാറ്റിയത് സംബന്ധിച്ചൊരു കൃത്യമായ വിശദീകരണം വന്നിട്ടില്ല. എന്തായാലും ഇന്ന് രാത്രി വൈകി അങ്ങനെ ഒരു തീരുമാനം വരുന്നതിൽ നിന്ന് തന്നെ നാളെ പരീക്ഷ നടത്തിയാൽ അത്തരം ആരോപണങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത്തരം ചോർച്ചയോ അല്ലെങ്കിൽ ക്രമക്കേടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാവണം അത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ നീറ്റ് PG എക്സാമിനേഷൻ പോലെ വിദ്യാർത്ഥികൾ ഏറെക്കാലം ദീർഘമായി പഠിച്ച് വളരെ അധ്വാനം വേണ്ട ഒരു പരീക്ഷയ്ക്ക് വളരെ കുറച്ചു പേർക്ക് മാത്രം വിജയിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ എഴുതുന്നതാണ്. MBBS പൂർത്തിയായ ഒരു വിദ്യാർത്ഥികൾ ഭൂരിഭാഗം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയാണ് ഇപ്പോൾ അവസാന നിമിഷം മാറ്റിവെച്ചിരിക്കുന്നത്. അടുത്ത പരീക്ഷാ തീയതി ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നും വിദ്യാർത്ഥികളോട് ഖേദം അറിയിച്ചുകൊണ്ടുമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ശരി, കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പൊതുപ്രവേശന പരീക്ഷകളിൽ നിരന്തരമായ ക്രമക്കേട് ആരോപണങ്ങൾ ഉയരുന്നു. പല പരീക്ഷകളുടെയും ചോദ്യപേപ്പർ ചോരുന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തി നിൽക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. എന്തായാലും നാളെ നടക്കാൻ നിശ്ചയിച്ചിരുന്ന നീറ്റ് PG പരീക്ഷ മാറ്റിവെച്ചു എന്നുള്ളതാണ് ഏറെ സുപ്രധാനപ്പെട്ട ഈ നിമിഷത്തെ വാർത്ത. നീറ്റ് പരീക്ഷാ വീഴ്ചകളിൽ പാർലമെന്റിൽ മറുപടി പറയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പരീക്ഷകളുടെ വിശ്വാസ്യത തകർത്തു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വമെന്നും രാജ്യവ്യാപകമായ പ്രക്ഷോഭം നടത്തുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. തൃശൂരിലെ BJP വിജയത്തിൽ ക്രിസ്ത്യൻ സഭകൾക്ക് പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ BJPക്ക് സീറ്റ് നേടാനായത് ചിലരുടെ നിലപാട് മൂലമെന്നും ചെയ്തത് ശരിയായോ എന്ന് അവർ ഗൌരവപൂർവ്വം പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഇടപെടലിലൂടെ ചില വിഭാഗങ്ങളെ തൃശൂർ വിജയത്തിനായി BJP സ്വാധീനിച്ചു. ഈ വിഭാഗങ്ങളുടെ നേതൃത്വവുമായി BJP ചർച്ച നടത്തിയത് രഹസ്യമല്ല. ദേശീയതലത്തിൽ ഇവർക്കെതിരെ നടത്തിയ ആക്രമണങ്ങൾ ഓർക്കണമായിരുന്നു. ഇടതു മുന്നണിയോട് എന്തെങ്കിലും വിരോധം കൊണ്ടല്ല, സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അവർ അത്തരം നിലപാടെടുത്തതെന്നും പിണറായി പറഞ്ഞു. കേരളത്തിൽ ഒരു പാർലമെന്റ് സീറ്റ് BJPക്ക് നേടാനായി എന്നത് ഗൗരവപൂർവം പരിശോധിക്കേണ്ട കാര്യമാണ്. അതിനിടയാക്കിയ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിൽ ചില കാര്യങ്ങൾ ഗൗരവമായി വിവിധ വിഭാഗങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുമുണ്ട്. BJPയെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സഹായിച്ച ശക്തികൾ അവരെ നല്ല രീതിയിൽ ചിന്തിക്കണം, സ്വീകരിച്ച നിലപാട് ശരിയായോ എന്ന്. മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രിയുടെ വിമർശനം. മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും മുഖമായി മാറുന്നു. അതിനോട് കോൺഗ്രസിന് എതിർപ്പില്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
UDF-ലെ പ്രധാന ഘടകകക്ഷിയായ ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നത് ലീഗ് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ലീഗിന്റെ മുഖം SDP-യുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ രംഗത്തിറങ്ങിയത്? നിങ്ങളും ഈ പറഞ്ഞ വിഭാഗങ്ങളും എല്ലാം കൂടിച്ചേർന്നുകൊണ്ടുള്ള നീക്കമല്ലേ ഉണ്ടായത്? തെരഞ്ഞെടുപ്പിൽ കണ്ടത് LDF-നെതിരായ ജനവികാരമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രത്തിൽ LDF സർക്കാരിന്റെ ഗവൺമെന്റ് അല്ല വരാൻ പോകുന്നത് എന്ന ചിന്ത ഉണ്ടെങ്കിൽ പോലും ജനങ്ങൾ LDF-ന് വോട്ട് ചെയ്തു. കേരളത്തിൽ UDF-ന് വിജയം LDF-നോടുള്ള വിരോധമല്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവെ ഇത്തരത്തിലാണ് ഉണ്ടാകാറുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയ തലത്തിൽ വരാനിരിക്കുന്ന ഒരു ഗവൺമെന്റ്, അതുമായി ബന്ധപ്പെട്ട് LDF അല്ല ഇവിടെ ജയിച്ചു വരേണ്ടത് എന്ന് ഒരു ഭാഗം ചിന്തിച്ചതിന്റെ ഭാഗമായിട്ട് കൂടിയാണ്. ആ ചിന്ത LDF-നെതിരായുള്ള ചിന്തയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. LDF-നെ അപ്പോഴും അവര് നെഞ്ചേറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്കെതിരായ ഒരു പട്ടികയിൽ ഞങ്ങൾ കാണുന്നതേ ഇല്ല. ഇത് നല്ല രീതിയിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നത് തന്നെയാണ് LDF പൊതുവെ കാണുന്നത്. ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുടിശ്ശിക തുല്യ ഗഡുക്കളായി ഓരോ മാസവും പെൻഷനൊപ്പം നൽകും. DA അനുവദിക്കുന്നതിൽ ഫലപ്രദമായ നടപടിയുണ്ടാകും. പെൻഷൻകാർക്കും അർഹമായ DA നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പെൻഷൻകാരുടെ കാര്യത്തിലും ഇത് തന്നെയാണ്. അതിലും അർഹതപ്പെട്ട DA നൽകുന്നതിലെ നടപടികളിലേക്ക് സർക്കാർ നീങ്ങും. അതോടൊപ്പം ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. കുറച്ച് കുടിശ്ശിക വന്നിട്ടുണ്ട്. ആ കുടിശ്ശിക മുഴുവൻ തുല്യ ഗഡുക്കളായി ഓരോ മാസവും കൊടുത്തു തീർക്കുന്ന നിലപാട്, സാധാരണ കൊടുക്കേണ്ട പെൻഷനോടൊപ്പം കൊടുത്തുകൊണ്ട് തീർക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കും. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനം. മുഖ്യമന്ത്രിയുടെ നിലപാടുകളും പെരുമാറ്റവും ജനവിരോധത്തിന് കാരണമായി. മന്ത്രിമാർ തികഞ്ഞ പരാജയമെന്നും ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കുന്നതിൽ പാർട്ടിയും സർക്കാരും പരാജയപ്പെട്ടെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. അതേസമയം എറണാകുളത്ത് സ്ഥാനാർത്ഥിത്വം പാളിയെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥി പെരുമാറിയത് തന്നിഷ്ടപ്രകാരമെന്നും വിമർശനം ഉയർന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിട്ടയക്കാൻ നീക്കവുമായി സർക്കാർ. TK രജീഷ്, ഷാഫി, സിജിത്ത് എന്നിവരുടെ ശിക്ഷയിൽ ഇളവ് നൽകാനാണ് നീക്കം. ഇവരടക്കമുള്ള പ്രതികളെക്കുറിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി. സൂപ്രണ്ട് അയച്ച കത്തിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായി പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്ത് വന്നു. പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ വാർത്തയെന്ന് അതേസമയം ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ലോക്സഭാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് തൊട്ടുപിന്നാലെ ജൂൺ 13-നാണ് ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകിയത്. 56 പ്രതികൾക്കൊപ്പമാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികളുടെ പേരും പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ തടവ് പുള്ളികളുടെ കുടുംബവുമായും സുഹൃത്തുക്കളുമായും ഒപ്പം കുറ്റകൃത്യത്തിന് ഇരയായവരുടെ ബന്ധുക്കളുമായും ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ ശേഷം റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് ഹൈക്കോടതി 3 പ്രതികളുടെയും അടക്കം ശിക്ഷ ഇരട്ട ജീവപര്യന്തമായി വർദ്ധിപ്പിക്കുകയും 20 വർഷമെങ്കിലും ജയിലിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമേ ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ കഴിയുകയുള്ളൂ എന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ജയിലിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടും മൊബൈൽ ഫോൺ ഉപയോഗിച്ചതും ഒപ്പം മറ്റ് സഹതടവുകാരുമായി സംഘർഷമുണ്ടാക്കിയതിനുമൊക്കെ 3 പേർക്കുമെതിരെ കേസുകളും എടുത്ത സാഹചര്യമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ എങ്ങനെ ഈ 3 പേരും ഈ ശിക്ഷാ കാലാവധി കുറയ്ക്കാനുള്ളവരുടെ പട്ടികയിൽ ഇടം പിടിച്ചു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ചോദ്യം. ജയിൽ സൂപ്രണ്ടിന്റെ തീരുമാനത്തിനെതിരെ KK രമ MLA രംഗത്തെത്തി. പ്രതികളുടെ ഒപ്പമാണ് സർക്കാർ എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവമെന്ന് രമ ചൂണ്ടിക്കാട്ടി. ഇത് ഏതെങ്കിലും ഒരു സൂപ്രണ്ടിന്റെ സ്വന്തം തീരുമാനത്തിന് ഭാഗമായിട്ടുണ്ടായതാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇതിനകത്ത് വളരെ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ ഇതിനകത്ത് പങ്കുണ്ടായിരിക്കും. അവരുടെയൊക്കെ അറിവോടുകൂടെ അല്ലാതെ ഈ ഒരു നീക്കം നടക്കില്ല. അപ്പോൾ ഇതിനെതിരെ ശക്തമായ നിയമ രാഷ്ട്രീയ പോരാട്ടം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസിലെ മറ്റു പ്രധാന നേതാക്കളും സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ രംഗത്തെത്തി ശക്തമായ രാഷ്ട്രീയ സമരം
നിയമപരമായ സമരവും ഇക്കാര്യത്തിൽ ആരംഭിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. പരോളിന് പോലും അർഹതയില്ലാത്ത കൊടും ക്രിമിനലുകളെയാണ് ജയിൽ ശിക്ഷയിൽ ഇളവ് നടത്തി പുറത്തു കൊണ്ടുപോകാൻ നടത്തുന്ന ഈ ശ്രമം. ഇത് നമ്മുടെ കേരളത്തിനോടുള്ള വെല്ലുവിളിയാണ്, കേരളത്തിന്റെ ഒരു മനസാക്ഷിയോടുള്ള വെല്ലുവിളിയാണ്. അതിന് കോൺഗ്രസ് അല്ല, കേരളം ഒന്നടങ്കം ശക്തമായി എതിർക്കുന്നതിൽ സംശയമുണ്ട്. സർക്കാരിന്റെ ഇത്തരം ശ്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോയാൽ ടി പി ചന്ദ്രശേഖരന്റെ വധം എന്ന് പറയുന്നത് കേരളത്തിലെ മനസ്സാക്ഷിയെ മുഴുവൻ മരയിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു. ആ ഞെട്ടൽ ഇപ്പോഴും ആ സംഭവം ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞെട്ടാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല. അത്ര ഭീകരമായിട്ടൊരു കൊലപാതകം നടന്നിട്ട് അതിനെ ഗൗരവതരമായി വിചാരണ നടപടികൾ പൂർത്തിയാക്കി ശിക്ഷ കഴിഞ്ഞ ആളുകൾ ഇപ്പൊ ഞാൻ ഇന്ന് കണ്ടു, ആ ശിക്ഷയിൽ പരോളിലിറങ്ങിയിട്ട് പിന്നെ ഉല്ലസിക്കുന്ന ചിത്രം കണ്ടു. പരോളിലിറങ്ങുന്നത് ഇതിനു വേണ്ടിയാണോ എനിക്കറിയില്ല. ഇതാണ് തിരുത്തൽ എന്ന് വരിക. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട. അവർ തിരുത്തും എന്ന് പറയുമ്പോൾ ചെയ്ത തെറ്റുകൾ തിരുത്തുമെന്നാണ് നമ്മൾ കരുതിയത്. അതല്ല, എന്തെങ്കിലും മിച്ചം ഒരു നന്മ ചെയ്തിട്ടെങ്കിൽ അതും കൂടെ തിരുത്തും എന്നൊരു മട്ടിലാണ് അവർ പോകുന്നത്. അതൊന്നും ജനങ്ങളെ ഒരു ഹാസ്യ കഥാപാത്രമാക്കാനുള്ള ശ്രമമാണ്. ഒരിക്കലും ജനങ്ങൾ അത് അംഗീകരിക്കുകയില്ല. എന്നാൽ പ്രതികളെ മോചിപ്പിക്കാനുള്ള യാതൊരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല എന്നതാണ് CPM-ന്റെ വിശദീകരണം. 20 വർഷമെങ്കിലും ചുരുങ്ങിയ കാലയളവ് ശിക്ഷ അനുഭവിക്കാതെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി ഉത്തരവുള്ളതിനാൽ പ്രതികളെ മോചിപ്പിക്കാനാവില്ല എന്ന് ജയിൽ DGP വിശദീകരിച്ചു. മാധ്യമങ്ങൾ ഈ വിഷയം വിവാദമാക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് നമ്മുടെ ആസാദിയിലെ അമൃത്സർ മഹോത്സവില് കഴിഞ്ഞ വർഷം തുടങ്ങിയ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഒരു മിനിമം അർഹത ഉള്ള ആൾക്കാർക്ക് അവിടെ ഒരു പേര് ജയിലിൽ നിന്നും സ്ഥിരമായി വരാറുണ്ട്. സോ വെൻ ദാറ്റ് ലൈക്ക് മിനിമം ക്വാളിഫിക്കേഷൻ ലൈക്ക് 10 വർഷം പൂർത്തിയായി ആൾക്കാരും 15 വർഷം പൂർത്തിയായി 20 വർഷം അങ്ങനെ പോലെ then when the list comes, then police headquarters will do detailed inquiry in each and every individual name and then we screen out people. So generally, the High Court order is very clear that their remission will not be considered after completing minimum 20-25 years of the sentence. So they will be out. പ്രതികളെ മോചിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് KK രമയുടെ തീരുമാനം. പ്രതികളെ മോചിപ്പിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് UDF-ഉം മുന്നറിയിപ്പ് നൽകുന്നു. എന്തായാലും പ്രതികൾ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ തുടങ്ങിയത് മുതൽ അനർഹമായ ആനുകൂല്യങ്ങൾ സർക്കാരും CPM-ഉം നൽകുന്നുവെന്ന ആരോപണമാണ് ഉയർന്നു വന്നത്. പ്രതികൾക്ക് ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തു. ഒപ്പം നിരവധി തവണ പരോൾ എന്ന പേരിൽ പ്രതികളെ പുറത്തിറങ്ങാൻ സഹായിച്ചുവെന്നും ആരോപണം ഉയർന്നിരുന്നു. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. TP കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കവും ബോംബ് നിർമ്മാണവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. മുഖ്യമന്ത്രിക്കെതിരെ CPM-നുള്ളിൽ നിന്ന് എതിർ ശബ്ദം ഉയർന്നതിന് പിന്നാലെ TP കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം ദുരൂഹവും നിഗൂഢമായ ഗൂഢാലോചനയാണെന്നും K. സുധാകരൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. CPM ഇടപെടലില്ലാതെ ഒരു ഉദ്യോഗസ്ഥനും കോടതി വിധിക്കെതിരായ നടപടി സ്വീകരിക്കുകയില്ല. കണ്ണൂരിൽ ബോംബ് കണ്ടെടുക്കുകയും കൊടും ക്രിമിനലുകളെ തുറന്നുവിടുകയും ചെയ്യുന്നതിന് പിന്നിൽ ബന്ധമുണ്ടെന്നും K. സുധാകരൻ പറഞ്ഞു. TP കേസ് പ്രതികളുടെ ശിക്ഷ ഇളവ് ചെയ്യുന്നതിൽ പോലീസ് വിവരശേഖരണം തുടങ്ങിയിരുന്നതായി KK രമ. ശിക്ഷ ഇളവ് ചെയ്യുന്ന റിപ്പോർട്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് വന്ന് കണ്ടിരുന്നു. ചന്ദ്രശേഖരന്റെ അയൽവാസികളെയും ബന്ധുക്കളെയും കണ്ടിരുന്നു. പ്രതികളുടെ പരോളുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച ചോദ്യത്തിന് 6 മാസമായും മറുപടിയില്ല. നിയമസഭയിലാണ് ചോദ്യം ചോദിച്ചതെന്നും KK രമ പറഞ്ഞു. പ്രൈം ഡിബേറ്റിലാണ് രമയുടെ മറുപടി. അതെ, അന്വേഷണം ആരംഭിച്ചു. അത് അന്വേഷണത്തിലുള്ള ശ്രമമല്ല നടന്നത്. അന്വേഷണം ആരംഭിച്ചു. എന്നോട് അന്വേഷിച്ചു. ഞാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് സ്ഥലത്തുള്ള ദിവസം വന്നു കാണാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്നു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരോട് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അവർ വിട്ടയച്ചാലുള്ള സ്ഥിതി എന്താണെന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് ആക്കി പോയിട്ടുണ്ട്. ഇതൊന്നും വെറുതെയല്ല, ഇതൊന്നും ചെറിയ നീക്കങ്ങളൊന്നുമല്ല, വളരെ ഗുരുതരമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ അറിയാതെയാണ് വന്നതെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണം. ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിയെടുക്കാൻ തീരണം. എങ്ങനെയാണ് ജയിൽ സൂപ്രണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കെ ഇതുപോലെയൊരു
നീക്കത്തിലേക്ക് പോവുക, ഇതുപോലെ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. ഈ ലിസ്റ്റിൽ ഈ TP കേസിലെ കൊടും ക്രിമിനലുകളായ ആളുകളെ, ഇരട്ട ജീവപര്യന്തരം ശിക്ഷിച്ച ആളുകളെ ഉൾപ്പെടുത്താൻ എങ്ങനെയാണ് ഒരു ജയിൽ സൂപ്രണ്ടിന് സാധിക്കുക? അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ജയിൽ സൂപ്രണ്ട് ആ സ്ഥാനത്ത് ഇരിക്കാൻ അർഹനല്ല. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തീരുമാനിക്കണം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുമ്പോൾ 2020 ലോകകപ്പിൽ ഇന്ത്യക്ക് ജയം. സൂപ്പർ 8ലെ രണ്ടാം മത്സരത്തിൽ ബംഗ്ലാദേശിനെ 50 റൺസിന് തോൽപ്പിച്ചു. ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 20 ഓവറിൽ 197 റൺസ് നേടി. ഹാർദിക് പാണ്ഡ്യ അർദ്ധ സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ബംഗ്ലാദേശ് 146 റൺസിന് പുറത്തായി. കുൽദീപ് യാദവ് 3 വിക്കറ്റ് എടുത്തു. ബൂംറ, ഹർഷദീപ് സിംഗും 2 വിക്കറ്റ് വീതം നേടി. ടി20 ലോകകപ്പിൽ ഇന്ത്യ സെമി ഉറപ്പിച്ചിരിക്കുന്നു. സൂപ്പർ 8ലെ രണ്ടാം മത്സരത്തിൽ ബംഗ്ലാദേശിനെ 50 റൺസിനാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ടോസ് നേടിയ ബംഗ്ലാദേശായിരുന്നു ടോസ് നേടിയത്. ആദ്യം ബാറ്റ് ചെയ്തത് ഇന്ത്യയാണ്. ഇന്ത്യ 20 ഓവറിൽ 197 റൺസ് നേടി. ഹാർദിക് പാണ്ഡ്യ അർദ്ധ സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ബംഗ്ലാദേശ് 146 റൺസിന് പുറത്താവുകയായിരുന്നു. കുൽദീപ് യാദവ് 3 വിക്കറ്റ് എടുത്തു. ബൂംറയും ഹർഷദീപ് സിംഗും 2 വിക്കറ്റ് വീതം. കണ്ണൂരിൽ വീണ്ടും ബോംബുകൾ കണ്ടെത്തി. കണ്ണൂർ കൂത്തുപറമ്പിൽ 2 സ്റ്റീൽ ബോംബുകളാണ് കണ്ടെത്തിയത്. കിണറ്റിന്റെ വിട ആമ്പിലാട് റോഡിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് ബോംബുകൾ കണ്ടെത്തിയത്. പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഉഗ്രശേഷിയുള്ള ബോംബുകൾ കണ്ടെത്തിയത്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്ത സംഭവത്തിൽ നടപടി. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെ 4 പേരെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. അതേസമയം ഉണ്ണിത്താനെതിരെ രൂക്ഷ വിമർശനവുമായി ബാലകൃഷ്ണൻ പെരിയ രംഗത്തെത്തി. ഉണ്ണിത്താനെതിരായ യുദ്ധം ഇന്നു മുതൽ ആരംഭിക്കുന്നതായി ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും കാസർകോട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള വിഭാഗീയത മറനീക്കി പുറത്തുവന്ന സാഹചര്യത്തിലാണ് KPCC അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. കല്യോട്ട് രക്തസാക്ഷികളായ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകത്തിലെ പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും സൽക്കാരത്തിന് പ്രതിക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം. സംഭവത്തിന് ശേഷവും പരസ്യമായി രക്തസാക്ഷി കുടുംബങ്ങളെ അപമാനിക്കുകയും ചെയ്തതാണ് KPCCക്ക് ലഭിച്ച പരാതി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ പെരിയ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ, രാമകൃഷ്ണൻ പെരിയ എന്നിവർ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. അതേസമയം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ നടപടി ഏകപക്ഷീയമാണെന്ന് ബാലകൃഷ്ണൻ പെരിയ പ്രതികരിച്ചു. മറ്റു പാർട്ടികളിൽ നിന്നും ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ കോൺഗ്രസിൽ തന്നെ നിൽക്കാനാണ് തീരുമാനമെന്നും ബാലകൃഷ്ണൻ പെരിയ. ഞങ്ങളുടെ ജീവാത്മാവും പരമാത്മാവും കോൺഗ്രസ് ആണ്. ഈ സിരകളിലൂടെ ഒഴുകുന്നത് കോൺഗ്രസിന്റെ രക്തമാണ്. അതിൽ നിന്ന് മാറ്റിയുള്ള ഒരു ചിന്ത ഞങ്ങളെ സംബന്ധിച്ചിട്ടില്ല. ഈ മണ്ണിൽ ഇത്രയും കാലം CPM-നോട് പടവട്ടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനകത്ത് നിലനിൽക്കാൻ ഞങ്ങൾക്കറിയാം. അതിന് വേണ്ടുന്ന അധ്വാനം നമ്മൾ തീർച്ചയായിട്ടും നടത്തും. എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമല്ലേ. ഉണ്ണിത്താനെതിരെ രൂക്ഷമായ വിമർശനമാണ് പാർട്ടി നടപടി നേരിട്ടവർ ഉന്നയിച്ചത്. ഉണ്ണിത്താൻ ജില്ലയിലെ കോൺഗ്രസിനെ തകർക്കുമെന്നും തീരുമാനത്തിനു പിന്നിൽ ഉണ്ണിത്താനോടുള്ള ഭയമാണെന്നും ഇവർ പറഞ്ഞു. ഉണ്ണിത്താനെതിരായ യുദ്ധം ഇന്നു മുതൽ ആരംഭിക്കുന്നതായും 4 പേരും കൂട്ടിച്ചേർത്തു. ന്യൂസ് 18 കാസർഗോഡ്. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള 4 കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ നടപടിക്കെതിരെ കാസർഗോഡ് പ്രതിഷേധം ശക്തം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെരിയ ടൌണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പാർട്ടിയെ വളർത്താനായി നടന്ന നേതാക്കൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പ്രകടനമാണ് പെരിയയിൽ നടന്നത്. KPCC നേതൃത്വത്തിന്റെ പുറത്താക്കൽ നടപടി ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാക്കുന്ന ശക്തമായ പൊട്ടിത്തെറികളുടെയും വിഭാഗീയതയുടെയും സൂചനകളാണ് കോൺഗ്രസ് ശക്തി കേന്ദ്രത്തിൽ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രകടനം വ്യക്തമാക്കുന്നത്. പമ്പയാറ്റിലെ ഓളപ്പരപ്പിൽ ആവേശത്തിരയിളക്കി ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിന്റെ ആയാപ്പറമ്പ് വലിയ ദിവാൻജി ജേതാക്കളായി. നടുഭാഗം ചുണ്ടൻ 2ാം സ്ഥാനവും ചമ്പക്കുളം ചുണ്ടൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി.
അത്യന്തം ആവേശകരമായ മത്സരമായിരുന്നു ചമ്പക്കുളം മൂലം വള്ളംകളിയിലെ ഓരോ മത്സരങ്ങളും. 3 ഹീറ്റ്സുകളിലായാണ് 6 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിച്ചത്. അവസാന ഫൈനൽ മത്സരത്തിലേക്ക് കടന്നപ്പോൾ 1-ാം ട്രാക്കിൽ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ആയാപ്പറമ്പ് വലിയ ദിവാൻജിയായിരുന്നു. 2-ാം ട്രാക്കിൽ നടുഭാഗം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നടുഭാഗം ചുണ്ടനും 3-ാം ട്രാക്കിൽ ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ചമ്പക്കുളം ചുണ്ടനുമായിരുന്നു. ഓരോ വള്ളങ്ങളും ചരിത്ര പ്രാധാന്യമുള്ള വള്ളംകളിയുടെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ള മത്സരങ്ങളായിരുന്നു. ഓരോ വള്ളങ്ങൾക്കും അതിൽ ചരിത്രമുണ്ടായിരുന്നു. എന്തായാലും 1-ാം സ്ഥാനത്തിലേക്ക് രാജപ്രമുഖൻ ട്രോഫി സ്വന്തമാക്കിയത് ആയാപ്പറമ്പ് വലിയ ദിവാൻജിയാണ്. ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വള്ളത്തിനായിരുന്നു ഇത്തവണത്തെ രാജപ്രമുഖൻ ട്രോഫി. എന്തായാലും ആ വള്ളത്തിന്റെ ക്യാപ്റ്റൻ നമ്മളോടൊപ്പമുണ്ട്. ആശംസകൾ. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? വളരെ മനോഹരമായിരുന്നു. നമ്മൾ രാവിലത്തെ ആ പ്രകൃതിയൊക്കെ നമുക്ക് എതിരായി പോകുന്ന പോലെ ചിന്തിച്ചിട്ടും കണ്ടില്ല, പ്രകൃതി പോലും മാറി നിന്നു. വളരെ സന്തോഷമായിട്ട്, അതായത് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളെക്കാൾ അപേക്ഷിച്ച് വളരെ മനോഹരമായിട്ട് വള്ളംകളി സമയത്ത് അവസാനിപ്പിക്കാൻ പറ്റി. വളരെ മനോഹരമായ മത്സരം. ആളുകളും ഒക്കെ ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായില്ലേ? തർക്കങ്ങളല്ലേ വള്ളംകളിയിൽ ഉണ്ടാവും, പക്ഷെ അത് കുട്ടനാട്ടുകാരതെല്ലാം യോജിച്ചു പോകും. ഇതൊന്നും ഒരു പ്രശ്നമില്ല. നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി കഴിഞ്ഞു. ഞങ്ങൾ അടുത്ത ആഴ്ച മുതൽ പ്രാക്ടീസ് തുടങ്ങുകയാണ്. ഇത് കണ്ടില്ലേ ഞങ്ങളുടെ പിള്ളേർ പോകുന്നത്. ഈ ടീം തന്നെ വെച്ച് ഞങ്ങൾ മത്സരിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ഉണ്ടാവും. ഇതാണ് ഞങ്ങളുടെ ഉത്സവം. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അല്ലെ? പൊതുവെ നമ്മളിപ്പോ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ കണ്ടതിൽ നിന്നും നല്ല കാണികൾ ഉണ്ടായിരുന്നു, നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. രാവിലെ നമ്മളെല്ലാവരും ഭയപ്പെട്ടിരുന്നെങ്കിലും കാലാവസ്ഥ മാറി. ഉച്ചകഴിഞ്ഞ് നല്ല തെളിഞ്ഞ അന്തരീക്ഷം. വളരെ 2 കരകളിലും കണ്ടില്ലേ നിങ്ങൾ ആള് ആവേശവും. ചെറിയ തർക്കം ഉണ്ടായിട്ട് നിങ്ങൾ വീണ്ടും തുഴഞ്ഞു കയറി അല്ലെ ആദ്യം? അതാണല്ലോ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഇതൊന്നും നമ്മൾ ഈ പറയുന്ന പോലെ നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണേണ്ട ആൾക്കാരാണ് നമ്മൾ കുട്ടനാട്ടുകാർ. മത്സരം ആ സമയത്തും വാശി ആ സമയത്തും ഇതൊന്നുമില്ല. ഞങ്ങൾ ഒന്നിച്ചു പോകും. അത്തരത്തിൽ വള്ളംകളി എന്ന് പറഞ്ഞാൽ അത്തരം തർക്കങ്ങളൊന്നുമില്ല. ആ മത്സരം കഴിഞ്ഞാൽ കപ്പ് നേടിക്കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിൽ യാതൊരു തർക്കങ്ങളുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരം ആവേശകരമായി ഓരോ കുട്ടനാട്ടുകാരനും നെഞ്ചിലേറ്റുന്നതാണ് വള്ളംകളി. ഇത്തവണത്തെ വള്ളംകളി സീസണ് ആവേശകരമായ തുടക്കമാണ്. ഇത്തവണ ചമ്പക്കുളം മൂലം വള്ളകളിൽ നിന്ന് രാജപ്രമുഖൻ ട്രോഫി ഉയർത്തിക്കൊണ്ട് ആയാപ്പറമ്പ് ചുണ്ടനും ആ ആവേശം ആലപ്പുഴയുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. ഇത്തരത്തിൽ വള്ളംകളി സീസണ് തുടക്കമാകുന്നു. അത് ആവേശകരമായ ഒരു തുടക്കം തന്നെയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ ചമ്പക്കുളത്ത് നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്ക്